ഇന്ന് ഞാനൊരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. കുറേ നാളായി ഞാനിത് വാങ്ങണമെന്ന് വിചാരിച്ചിരിക്കുന്നു. ഞാനൊരു റെസിൻ വർക്ക് ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് വാങ്ങിയത്. ഞാൻ മീഷോന്നാണ് വാങ്ങിയത്. ഒരു 500 രൂപയുടെയൊക്കെ ഉള്ളിൽ നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ബിഗിനർ കിറ്റാണിത്. അപ്പോൾ നിങ്ങളൊരു ബിഗിനറാണ്, നിങ്ങൾക്കും റെസിൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വാങ്ങാൻ പറ്റും. അപ്പോൾ ഞാൻ ഇത് വാങ്ങിയത് വർക്കൊക്കെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലുള്ളത് ഒരു റെസിൻ, ക്രിസ്റ്റൽ ക്ലിയർ റെസിൻ ഉണ്ട്. പിന്നെ അത് മിക്സ് ചെയ്യാൻ ഗ്ലാസ് ഉണ്ട്. പിന്നെ നമ്മുടെ ട്രാൻസ്പാരന്റ് റെസിൻ ഉണ്ട്, ഹാർഡ്നർ ഉണ്ട്. പിന്നെ നമുക്ക് കീ ചെയിനൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള അതിൻ്റെ ചെയിനും അതുപോലെ തന്നെ അതിലുള്ള കണ്ണികളുണ്ടല്ലോ, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിൽ വന്നിട്ടുള്ളത് നമുക്ക് കുറച്ച് മൈക്ക പൗഡർ, ഗ്ലിറ്റേഴ്സ്, ഷെല്ല്, അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ആണ് വരുന്നത്. ഒരു ബിഗിനർ എന്ന നിലയിൽ നമുക്ക് അത്യാവശ്യം ചെയ്ത് നോക്കാൻ വേണ്ട എല്ലാ ഐറ്റംസും ഇതിൽ വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഇപ്പോൾ സെപ്പറേറ്റ് വാങ്ങുന്നതിനേക്കാൾ നല്ലത് ഇതുപോലെ ഒരു കിറ്റായിട്ട് വാങ്ങുകയാണെങ്കിൽ നമുക്കത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാനും പറ്റും. പിന്നെ നമുക്ക് ബാക്കിയുള്ള വർക്ക് വേണമെങ്കിൽ ചെയ്യാനും പറ്റും. ഇപ്പോൾ അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഒരു മോൾഡ് ഉണ്ട്, ഒരു റൗണ്ട് മോൾഡ് വരുന്നുണ്ട്. ഒരു 4 ഇഞ്ചൊക്കെ വലിപ്പം വരുന്ന ഒരു റൗണ്ട് മോൾഡ് ഉണ്ട്. പിന്നെ ഇതിൽ വരുന്നത് നമ്മുടെ കീ ചെയിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ലെറ്റർ മോൾഡ് ഉണ്ടല്ലോ, അതാണ്. അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള ഗ്ലൗസസും ഉണ്ട്. നമുക്ക് മിക്സ് ചെയ്യാൻ ആവശ്യമുള്ള സ്റ്റിക്കും ഉണ്ട്. അപ്പം ഒരു ബിഗിനർ എന്ന നിലയിൽ നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ ഐറ്റംസും ഇതിൽ വരുന്നുണ്ട്. അപ്പം നിങ്ങളിത് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുന്ന ആളാണ്, വാങ്ങിയിട്ടില്ല, അങ്ങനെയാണെങ്കിൽ നമുക്കിത് ഉറപ്പായിട്ട് വാങ്ങാൻ പറ്റുന്നതും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പം ഞാനത് വെച്ച് ചെയ്ത് നോക്കി, സംഭവം സക്സസ് ആയി. നമ്മളതിൻ്റെ അളവെടുക്കുന്നതിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇത്രയുള്ളൂ. നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.